തെരുവിൽ നിന്ന് ഫ്രാൻസിസിൻ്റെ പ്രസംഗം പള്ളിയിലാകാൻ അധികം താമസം വേണ്ടി വന്നില്ല. സമൂഹം അംഗീകരിക്കുന്ന സുവിശേഷ പ്രസംഗകനായി അദ്ദേഹം മാറി. പള്ളികളിലും സ്റ്റേജുകളിലും അദ്ദേഹം നടത്തിയ ഹൃദ്യവും വാചാലവുമായ പ്രസംഗങ്ങൾ അനേകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന തിരുവചനം ഫ്രാൻസിസ് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തു. മനുഷ്യരോട് മാത്രമല്ല, പുല്ലിനോടും പുഴയോടും പക്ഷിമൃഗാദികളോടും അവൻ സുവിശേഷം പ്രസംഗിച്ചു. കേൾവിക്കാരുടെ എണ്ണം ഫ്രാൻസിസിന് പ്രശ്നമായിരുന്നില്ല. ഒരാളോടും 1000 ആളുകളോടും ഒരേ തീഷ്ണതയോടെ അദ്ദേഹം പ്രസംഗിച്ചു. ക്രിസ്തുവിനെ പ്രതിയുള്ള ഫ്രാൻസിസിൻ്റെ ആത്മാർത്ഥതയും തീഷ്ണതയും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവർ പോലും പ്രശംസിക്കാൻ തുടങ്ങി. ചിലർ സുഖഭോഗങ്ങൾ നിറഞ്ഞ ലൗകിക ജീവിത രീതി ഉപേക്ഷിക്കാനും ഫ്രാൻസിസിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാനും തയ്യാറായി. ഫ്രാൻസിസിൻ്റെ ആദ്യ ശിഷ്യൻ ബെർണാഡ് കിവാലി എന്ന പ്രഭു വംശജനായിരുന്നു. അദ്ദേഹം വളരെ കാലമായി ഫ്രാൻസിസ് ചെയ്തിരുന്ന നന്മ പ്രവൃത്തികൾ സ്നേഹാദരങ്ങളോടെ വീക്ഷിച്ചു വരികയായിരുന്നു. പള്ളിപ്പണിയിലും സുവിശേഷ പ്രസംഗത്തിലും ഫ്രാൻസിസ് കാണിക്കുന്ന ഉത്സാഹവും ഊർജ്ജസ്വലതയും കഠിനമായ തപശ്ചര്യങ്ങളുമെല്ലാം ബെർണാർഡിനെ അദ്ദേഹത്തോട് അടുപ്പിച്ചു. എങ്കിലും ബെർണാർഡിന് ചില സംശയങ്ങൾ ബാക്കിയായിരുന്നു. ഇതൊക്കെ ആളുകളെ കാണിക്കാനുള്ള പുറംപൂച്ച് മാത്രമായിരിക്കുകയില്ല. കുഷ്ഠരോഗികൾ മുതൽ പക്ഷിമൃഗാദികളോട് വരെ കാണിക്കുന്ന ഈ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധമാണോ? ദൈവസ്നേഹത്താൽ നിറഞ്ഞവനായാണോ അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്? ഫ്രാൻസിസിൻ്റെ ആത്മീയതയുടെ ആഴം ഒരു പരീക്ഷണത്തിലൂടെ അളക്കാൻ ബെർണാർഡ് തീരുമാനിച്ചു. ഒരിക്കൽ ബെർണാർഡ് ഫ്രാൻസിസിനെ അത്താഴത്തിന് ക്ഷണിച്ചു. അത്താഴത്തിന് ശേഷം ഇരുവരും ഉറങ്ങാൻ കിടന്നു. ഫ്രാൻസിസിൻ്റെ ചെയ്തികളെ നിരീക്ഷിക്കാൻ തന്നെയാണ് കിൻഡവാലെ കിടന്നത്. ഇടയ്ക്ക് അദ്ദേഹം കൂർക്കം വലിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു. കിൻഡവാലി നല്ല ഉറക്കമാണെന്ന് ബോധ്യമായപ്പോൾ ഫ്രാൻസിസ് എഴുന്നേറ്റ് വെറും നിലത്ത് മുട്ടുകുത്തി എന്ന പ്രാർത്ഥന തുടങ്ങി. വളരെ ലളിതമായ പ്രാർത്ഥന തീക്ഷ്ണമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിളിലൂടെ കണ്ണീരൊഴുകി. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ബെർണാർഡ് കിൻഡവാലി അത്ഭുതത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനെ നയിക്കുന്ന പരിശുദ്ധാരൂപി തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇത്രയും തീക്ഷ്ണതയും വിശുദ്ധിയുമുള്ള ഈ മനുഷ്യനെ ആത്മാർത്ഥതയെ അവിശ്വസിച്ചതിൽ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. പ്രഭാതം പൊട്ടിവിടർന്നു. ബെർണാർഡ് രാവിലെ ഉണർന്നു. അദ്ദേഹം ഫ്രാൻസിസിനെ തൻ്റെ ആഗ്രഹം അറിയിച്ചു. അങ്ങയുടെ ശിഷ്യനായി എന്നെയും സ്വീകരിക്കണം. അങ്ങയെപ്പോലെ ലൗകികമായുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനും ക്രൂശിതനായ ക്രിസ്തുവിനെ അനുകരിക്കുവാനും ഞാൻ തയ്യാറാണ്. ബെർണാർഡ് കിൻഡവാലിയുടെ ഈ ആവശ്യം കേട്ട ഫ്രാൻസിസ് അത്ഭുതപ്പെട്ടു. ഒരാൾ തൻ്റെ ശിഷ്യത്വം തേടുക, അങ്ങനെയാണ് ഫ്രാൻസിസിൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ആദ്യം ഫ്രാൻസിസ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ പ്രഭു തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ ഫ്രാൻസിസ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളിപ്പോൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് ഉത്കൃഷ്ടമാണെങ്കിലും വളരെ വിഷമം പിടിച്ച പാതയാണ്. ആയതിനാൽ നമുക്ക് ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ഹിതം എന്താണെന്ന് അന്വേഷിക്കാം. തുടർന്ന് അവർ ദിവ്യബലിക്കായി ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. പോകും വഴി ബെർണാർഡ് തൻ്റെ സുഹൃത്തും സമാന ചിന്താഗതിക്കാരും നിയമപണ്ഡിതനുമായിരുന്ന പീറ്റർ കത്തീനിയെയും ക്ഷണിച്ചു. അയാളും അവരെ അനുഗമിക്കുവാൻ തയ്യാറായി. ദേവാലയത്തിലെത്തിയ 3 പേരും ഭക്തിയാദരപൂർവ്വം ബലിയിൽ സംബന്ധിച്ചു. കുർബാനയ്ക്ക് ശേഷം വീണ്ടും കുറേ നേരം പ്രാർത്ഥനയിൽ മുഴുകി. പിന്നെ ചെന്ന് മധുവായിൽ പ്രതീക്ഷിച്ചിരുന്ന വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് ആദരപൂർവ്വം പ്രാർത്ഥനാ രൂപയിൽ തുറന്നു. ആദ്യം കിട്ടിയ വചനം ക്രിസ്തു ധനികനായ യുവാവിനോട് പൂർണ്ണനാകുവാനുള്ള മാർഗം പറഞ്ഞ് നൽകുന്ന മത്തായിയുടെ സുവിശേഷ ഭാഗമായിരുന്നു. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ബൈബിൾ അടച്ച ശേഷം അവർ വീണ്ടും അല്പസമയം കൂടി പ്രാർത്ഥിച്ചു. 2ാം തവണയും ബൈബിൾ തുറന്നു.
ക്രിസ്തു അല്പസ്വലന്മാരെ സുവിശേഷ പ്രചരണത്തിൽ ആനയിക്കുന്ന ഭാഗമാണ് ഇത്തവണ ലഭിച്ചത്. നിങ്ങൾ യാത്രയ്ക്കൊന്നും കരുതണ്ട. വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. ലൂക്ക 9:3. വീണ്ടും ബൈബിൾ അടച്ചു, പ്രാർത്ഥിച്ചു. 3-ാം തവണയും തുറന്നു. മൂവരും അത്ഭുതപ്പെട്ടു. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. മത്തായി 10:24. ഫ്രാൻസിസ് ദൈവവചനം കേട്ടുകഴിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. തങ്ങൾ കേട്ട വചനം ജീവിതത്തിൽ പകർത്തുമെന്ന ദാർഢ്യത്തോടെ കിൻഡുവാലയും പീറ്റർ കതിനയും തങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. ഫ്രാൻസിസ് അവരോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നു. കർത്താവേ, ആദ്യ ശിഷ്യന്മാരെ സ്വീകരിച്ച ഫ്രാൻസിസിൻ്റെ ചരിത്രമാണ് ഞങ്ങൾ കേട്ടത്. അങ്ങയെ അനുകരിക്കുവാനായിട്ട് ഞങ്ങളും അങ്ങയുടെ പിന്നാലെ പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കഴിവനുസരിച്ച് അങ്ങയെ പുൽകുവാൻ, അങ്ങയുടെ പാത പിന്തുടരുവാൻ, കുരിശുമെടുത്ത് അങ്ങയുടെ പിന്നാലെ വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.